വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവർ നമുക്കിടയിൽ ധാരാളമുണ്ട്. പട്ടിയും പൂച്ചയും പക്ഷികളുമൊക്കെ പലർക്കും അത് വീട്ടിലെ ഒരു കുടുംബാംഗം പോലെ തന്നെയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് UAE-യിലൊക്കെ ഇവയെ വളർത്തണമെങ്കിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളും കാഴ്ചകളും പങ്കുവയ്ക്കുകയാണ് ദുബായിൽ നടന്ന പെറ്റ് വേൾഡ് അറേബ്യ. ഇതൊന്നും വെറും പട്ടിഷോയല്ല, ഓമന മൃഗങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിന്റെ കയ്യൊപ്പ്. ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ ചേർന്നു നിൽക്കാനും അനുസരിക്കാനും ചിലപ്പോൾ മനുഷ്യരെക്കാൾ മൃഗങ്ങൾക്ക് കഴിയും. ദുബായിൽ നടന്ന പെറ്റ് വേൾഡ് അറേബ്യ പങ്കുവച്ചതും മനുഷ്യനും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴങ്ങളാണ്. Dogs are the true meaning of unconditional love. You see people living on the streets. Who's next to him? His dog is next to him. I can be a millionaire and lose everything. I will lose all my friends, but my dog will stay. So that's what sort of hurts us the most when we see animal abuse, because even an abused dog will never give up his owner. You can beat your dog every day, but the day I attack you, he will defend you. No person will do that for you. കരാറുകളും കാര്യസാധ്യവുമില്ലാത്ത സ്നേഹം, അടിച്ചാലും അടുത്തേക്ക് ഓടിയെത്തുന്ന അതിരില്ലാത്ത വാത്സല്യം. വളർത്തുമൃഗങ്ങൾ ചിലപ്പോൾ സ്നേഹിതനും ഒറ്റപ്പെടലിന്റെ വേളകളിൽ സഹയാത്രികനുമാണ്. അരുമയോടെ പോറ്റുന്ന വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഒരുക്കുന്നതായിരുന്നു പെറ്റ് വേൾഡ് അറേബ്യ. രണ്ടാം തവണയാണ് പെറ്റ് വേൾഡ് അറേബ്യ ദുബായിൽ എത്തുന്നത്. This also provides them an awareness where which kind of pets are dangerous and non-dangerous, and so which can be kept inside the house, which cannot be kept inside the house. All these aspects are obviously covered by the ministry, so we do have the ministry also coming in and giving speeches and seminars on the same. So that's how it's done. 2 ദിവസത്തെ മേളയിൽ 22 രാജ്യങ്ങളിൽ നിന്ന് 100-ലധികം സംരംഭകരും സ്ഥാപനങ്ങളും പങ്കെടുത്തു. പൂച്ചകൾക്കും പട്ടികൾക്കുമായുള്ള വിവിധ മത്സരങ്ങൾ തന്നെയായിരുന്നു മേളയുടെ പ്രധാന ആകർഷണം. വളർത്തുമൃഗങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുമ്പോൾ തന്നെ എങ്ങനെ അവയെ പരിചരിക്കണമെന്നുകൂടി പറഞ്ഞു തന്നു പെറ്റ് വേൾഡ് അറേബ്യ. The different seasonality, it could affect the amount of pet food that your pet consumes. But you should be following the feeding guidelines which is stated on the pack to maintain the perfect body conditions, the perfect health, to bring your pet up to the next level. ലോകത്തിലെ ഏറ്റവും പേരെടുത്ത എല്ലാ ബ്രീഡുകളും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമെത്തി. ഗൾഫ് മേഖലയിൽ വളർത്തുന്ന ഓമന മൃഗങ്ങൾ തന്നെയായിരുന്നു അധികവും. വളർത്തുമൃഗങ്ങളുടെ വിപണി ഗൾഫിൽ എത്രത്തോളം ശക്തിപ്പെടുന്നു എന്നതിന്റെ കാഴ്ച കൂടിയായിരുന്നു മേള. The industry itself is booming, so people are more aware of keeping pets in the house and cats, dogs, birds. So we provide the platform for the new products to be in the market and to see what is available for them. So that's the main thing, and give awareness to everybody about how to look after pets and how their maintenance should be done. വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ അവയെ എങ്ങനെ പരിചരിക്കണം, പരിപാലിക്കണം എന്നൊന്നും നമുക്ക് ചിലപ്പോൾ കൃത്യമായി ബോധ്യമുണ്ടാകില്ല. പെറ്റ് ഗ്രൂമിങ്ങിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസുകളും പരിശീലന പരിപാടികളും മേളയെ ഇത്തവണ വേറിട്ടതാക്കി. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് വിദഗ്ധർ ഇതിനായി എത്തിയത്. പെറ്റ് ലവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു സൈഡിൽ ഈ പുതിയ പ്രോഡക്ട്സ് കാണാനും പറ്റും. പിന്നെ ഇവിടെ ആക്ടിവിറ്റീസ്, നമ്മുടെ കോമ്പറ്റീഷൻസ് ഉണ്ട്, പല വിധത്തിലുള്ള പ്രൊഫഷണൽ ഡോഗ്സിനും ഉണ്ട്, അല്ലാത്ത ഫൺ ഡോഗ്സിനും പെറ്റ്സ് ആയിട്ടുള്ളവർക്കും ഉണ്ട്. അങ്ങനെ ഇവിടെ ഡോഗ് ഷോ, കാറ്റ് ഷോ, പിന്നെ ഗ്രൂമേഴ്സിനുള്ള ട്രെയിനിങ് സെമിനാർ, അങ്ങനെ അത് ഈ പ്രാവശ്യം പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇറ്റലിയിൽ നിന്നുമുള്ള കാനിക്രോസ് കടന്നു പോകുമ്പോൾ മേളയിലെത്തിയ എല്ലാവർക്കും അത്ഭുതം. ഓട്ടക്കാരനും ഒരു പരിധിവരെ വേട്ടക്കാരനുമായിരുന്നു അവൻ. ഇങ്ങനെ ജന്മം കൊണ്ട് രാജകീയമായവർ മാത്രമല്ല, തെരുവിൽ നിന്നും രാജകീയ സൗകര്യങ്ങളിലെത്തിയ ശ്വാനന്മാരും മേളയിലുണ്ടായിരുന്നു. UAE-യിലെ K9 അൽമായ ഗ്രൂപ്പാണ് തെരുവിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ച വളർത്തുമൃഗങ്ങളെ കണ്ടെത്തി പരിശീലിപ്പിച്ച് മേളയ്ക്കെത്തിച്ചത്. ഇഷ്ടപ്പെട്ടവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗജന്യമായി ഇവയെ കൈമാറാനും സൗകര്യമൊരുക്കി. So they'll come to the shelter, we'll do a full medical evaluation. If everything checks out, the dogs move into our main kennel system where all our trainers we'll make sure that the dogs are well behaved and ready to go to new families. Once the dog is deemed ready,
one of the public can come out to our facility, or not really visit our facility, but to our events. So what we do is, this is basically the process. So we help you find a dog that matches your needs, right? ഗൾഫിൽ വളർത്തുമൃഗങ്ങളോടുള്ള ഇഷ്ടവും സ്നേഹവും വർദ്ധിക്കുന്നതിന്റെ കാഴ്ച വിപണിയിലും പ്രകടമാണ്. മൃഗാശുപത്രികളുടെ എണ്ണം വർദ്ധിച്ചു. പരിപാലന കേന്ദ്രങ്ങളും ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളും കൂടി. ക്ലിനിക്സിൻ്റെ ഒരുപാട് ഡെവലപ്മെൻറ്റും ഇമ്പ്രൂവ്മെൻറ്റും ഇപ്പോൾ ആയിട്ടുണ്ട്. ഓൾ ഓഫ് എ സഡൻ ഒരു 300 വെറ്റ് ക്ലിനിക്സ് വന്നെന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും സർവീസിന് കൂടുതൽ വരും. അതനുസരിച്ച് പെറ്റ് ഫുഡും വാക്സിനും മെഡിസിനും എല്ലാം കൂടാൻ പോവാം. അപ്പോൾ ഈ ആളുകൾക്ക് ഇതിനുള്ള ഇൻട്രസ്റ്റ് ഒരുപാട് കൂടി വരുന്നുണ്ടിരിക്കുക. അപ്പോൾ പുതിയ ലെജിസ്ലേഷനും റൂൾസൊക്കെ വരാൻ നോക്കുന്നുണ്ട് to standardize it so that everybody will have a level playing ground. മൃഗങ്ങളെ പരിചരിക്കാനും അവയ്ക്ക് ഏറ്റവും മികച്ച താമസ സൗകര്യങ്ങൾ ഒരുക്കാനുമുള്ള പുതിയ ആശയങ്ങളും പെറ്റ് വേൾഡ് അറേബ്യ പങ്കുവച്ചു. ഭക്ഷണരംഗത്തെ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു പ്രധാനം. ആരോഗ്യം, ആയുസ് എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഭക്ഷണ മേഖലയിലെ പരീക്ഷണങ്ങൾ. We have different kinds of products for dogs, different age of dogs, different weight size of dogs. You can see and different taste of they like. We have a chicken, we have a rabbit, we have sweet potato wrapped in chicken and also beef, different shapes. And we also have big treats for big dogs that it can't be easily break, so dogs can chew it on a long time. It's great for their dental. You see the clearness of rawhide and the thickness of this rawhide makes it special. ഓമന മൃഗങ്ങളെ പിരിഞ്ഞ് ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും വേൾഡ് ട്രേഡ് സെന്ററിലെ കാഴ്ച മറക്കാനാകില്ല. ചിലർ വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെ സങ്കടത്തോടെ ഓർത്തു. എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറഞ്ഞ ഡോഗ്സാണ്. നാട്ടിലിപ്പോഴും ഒരാളുണ്ട് എൻ്റെ ഒരു മോനായിട്ട്, ഒരു പഗ് നിക് ജെ എന്നാണ് വിളിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയാണ്. അതായത് എൻ്റെ പെഗിനെ എനിക്കിപ്പോഴും അടുത്തിരുത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമൊക്കെ ഉണ്ട്. ഇതെൻ്റെ മരിച്ചുപോയ ഒരു ഡോഗിൻ്റെ ഇതാണ്. ഇവൻ നീക്കോ സീനിയർ. ഇവിടെ ഞാനിപ്പോൾ എക്സിബിഷനൊക്കെ വരുമ്പോഴത്തേക്കെന്ന് ഞാൻ പ്രത്യേകിച്ചും പെറ്റിൻ്റെ ഡോഗ് ഷോ ഇതിൽ വരുമ്പോഴത്തേക്കും ഞാൻ ഡോഗിനെ ഞാൻ മിക്കവാറും നല്ല രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് ഇതായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഡോഗിനെ അത്ര വളരെ ഇഷ്ടമാണ്. Yes, I'm go here more and every year and sell food for my cat. ഗൾഫിലെ ചില രാജ്യങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങളുടെ ഉൽപാദനം ആരംഭിച്ചത് ഈ മേഖലയിലെ ബിസിനസ് സാധ്യതയുടെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇത് വെറും ഒരു പട്ടി ഷോയല്ല, പണവും സ്നേഹവും പാകത്തിന് ചേർത്തുള്ള മനുഷ്യന്റെ സ്നേഹസ്പർശം. അറബ് രാജ്യങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഇതേ സമയം. നമസ്കാരം.